അപ്പോൾ താജുദ്ദീൻ പറഞ്ഞു, ഷെരീഫ് അത് അതിൻ്റെ കൂടെ നിങ്ങൾ സെലഫിനോട് പറഞ്ഞാൽ ആ സ്ഥലം ശരിയായി കിട്ടും, നിങ്ങൾ സെലഫിനോടൊന്ന് ചോദിച്ചു നോക്കിയെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അയാൾ പറഞ്ഞാൽ തന്നെ ഞാൻ എന്ത് കുറ്റവാളിയാ, ഞാൻ എങ്ങനെ കുറ്റക്കാരനാകുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പോൾ ഷെരീഫ് എണീറ്റിട്ട് പറഞ്ഞു, ഞാൻ പറഞ്ഞിട്ടില്ല, ഞാൻ ഇത് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ അയാൾ അത് ചോദിക്കാനുള്ള കാരണം എന്താ അറിയോ? ഞാൻ അതിൻ്റെ മുമ്പ് ഒരു പരിപാടിക്ക് അവിടെ പോയിരുന്നു. എവിടെ? ആറ്റിങ്ങൽ, തിരുവനന്തപുരം ജില്ലയിൽ. നോട്ടീസൊക്കെ വന്നപ്പോൾ ഷെരീഫിനെ വിളിച്ചിട്ട്, സലഫി നിങ്ങൾ വെള്ളിയാഴ്ച രാവിലെ എത്തൂലേ? ആ എത്തും. എന്നാൽ പിന്നെ ഹുത്തുബ സലഫി സെൻറ്ററിലാക്കാം. എനിക്ക് വിരോധമല്ല, പക്ഷേ എന്നെ ആറ്റിങ്ങൽ പള്ളിയിൽ ഹുത്തുബ പറയണമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ നാസിം ഖാനായിട്ട് ഒന്ന് ബന്ധപ്പെട്ടാളി, എനിക്ക് എവിടെയെങ്കിലും പറയണമെന്നുള്ളൂ, എവിടെയായാലും കുഴപ്പമില്ല. ഇപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നാസിം ഖാൻ സമ്മതിക്കണില്ല, അവിടെ തന്നെ വേണമെന്നാണ് പറഞ്ഞത്. എന്നാൽ ശരിയെന്നും പറഞ്ഞു. ഇതുപോലെ ഞാനവിടെ ചെല്ലുന്നുണ്ടെങ്കിൽ വേറൊരാളെ അവിടെ ഹുത്തുബക്ക് വിളിക്കണ്ടല്ലോ, ഈ ഉദ്ദേശം മാത്രമാണ് ആ മനുഷ്യനുള്ളത്, അല്ലാതെ എന്നെക്കൊണ്ട് എന്തെങ്കിലും മുടക്കിക്കാനല്ല. ഇതായിരുന്നത്ര അയാൾ ചോദിച്ചതെന്ന് അയാൾ പറയാ. എന്നിട്ടോ ഇദ്ദേഹം പറയുന്നു ഞാനത് ചോദിച്ചിട്ടേ ഇല്ല. എന്നാൽ ഈ താജുദ്ദീൻ സ്വലാഹി പറഞ്ഞപ്പോൾ ആകാശത്ത് നിന്ന് പൊട്ടി വീണ ആളൊന്നുമല്ല. ഇതിൻ്റെ ഉള്ളിൽ 5-6 കൊല്ലം പഠിച്ച് 6-7 കൊല്ലം ഇവിടെ പഠിച്ച് ആ കാലത്ത് ഞാനുമായി അടുത്ത് ബന്ധം പുലർത്തിയിരുന്ന ആൾ തന്നെയാണ്. ഇപ്പോഴാണ് MSMൻ്റെ ജനറൽ സെക്രട്ടറി ആയത്. എന്നോട് മിണ്ടാൻ പാടില്ലാത്ത അവസ്ഥയൊന്നുമല്ല. ആ തിരുവനന്തപുരം സലഫി സെൻറ്ററിലെ ചില കാര്യങ്ങൾ എന്നെക്കൊണ്ട് റെക്കമെൻഡ് ചെയ്യിച്ചിട്ടുണ്ട്. നിലമ്പൂർ സ്വദേശിയായ അഫ്സൽ അവനവിടെ താമസിക്കുകയും അവിടേക്ക് യോജിക്കാത്ത പ്രവൃത്തി ചെയ്തതിൻ്റെ പേരിൽ അവനെ പുറത്താക്കുകയും ചെയ്ത് അവിടുത്തെ മറ്റൊരു പ്രവർത്തകൻ്റെ വീട്ടിലാണ് താമസിച്ചിരുന്നത് അഫ്സൽ. കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ താജുദ്ദീൻ എന്നെ വിളിച്ചു, സർ നിങ്ങളൊന്ന് ഹക്കീം സാഹിബിനെ വിളിച്ച് ഒന്ന് അഫ്സലിന് അവിടെ ഒരു സീറ്റ് കൊടുക്കാൻ പറയുമോ? അപ്പോൾ ഞാൻ ചോദിച്ചു, അഫ്സലിനെ പറ്റി എനിക്കറിയോ? എനിക്കറിയാം. ഓ മുമ്പ് അവിടെ താമസിച്ചു, അതറിയില്ല. എന്നാൽ പിന്നെ ഇജ് പറഞ്ഞുകാണ്ട് ശരിയായി കൊടുത്തള. എനിക്കറിയാം അഫ്സൽ അവിടെ താമസിച്ച് പ്രശ്നമായിട്ട് അവിടുന്ന് ഒഴിവാക്കിയതാണ്. ഇനി ഞാനെങ്ങനെ ഇതറിയണം? ഞാനെങ്ങനെ പറയും? അല്ല സർ നിങ്ങളൊന്ന് പറയണം, നിങ്ങൾ പറഞ്ഞ ഹക്കീം സാഹിബ് സമ്മതിക്കും. ഓനി എന്തെങ്കിലും അവിടെ പ്രശ്നം ഉണ്ടാക്കുമോ? അതില്ല, ഉണ്ടാവില്ല. എന്നാൽ ഓനോടൊന്ന് എന്നെ വിളിക്കാൻ പറയും. പക്ഷെ അഫ്സൽ എന്നെ വിളിച്ചിട്ടില്ല. എന്നാലും ഒരു നല്ല കാര്യമെന്ന് കരുതി ഞാൻ ഹക്കീം സാഹിബിന് ഫോൺ ചെയ്തു. മുമ്പ് അവിടെ താമസങ്ങൾ ഒഴിവാക്കിയ അഫ്സലിന് ഒന്ന് താമസിക്കാനുള്ള സൗകര്യം കൊടുക്കി. ഓൻ വലിയ പ്രശ്നം ഉണ്ടാക്കി എന്നോട് വിളിച്ച് പറഞ്ഞാൽ മതി. പക്ഷെ ഞാനത് പറഞ്ഞു എന്നല്ലാതെ ഓനെ വിളിച്ചിട്ടില്ല. പിന്നെ എന്നെ കാണുന്നതും സംസാരിക്കുന്നതും നിലമ്പൂരിലെ വിശദീകരണ യോഗത്തിൻ്റെ അന്ന് അവിടുന്ന് ഓനെ ഞാൻ വിളിച്ച് അഫ്സലല്ലേ എന്ന് ചോദിച്ചു. അപ്പോഴാണ് എന്നോട് സംസാരിച്ചത്. ഇതൊക്കെയാണ് നമ്മളെ കുട്ടികളെ സ്വഭാവം. ഞാൻ ഓനെ ഉപദ്രവിച്ചതല്ല, ഇവൻ പറഞ്ഞിട്ട് ഓന് വേണ്ടി അവിടെ റെക്കമെൻഡ് ചെയ്ത് ഇവൻ അവിടെ താമസിക്കുകയാണ് പിന്നെ പോരുന്നത് വരെ ചെയ്തത്. ഇതാണ് സലഫി ചെയ്ത കുറ്റം. ഇതിനാണോ എന്നെ ക്രൂശിക്കുന്നത്? എനിക്കൊരു ഇടപാടും ഞാൻ ഒരാളോടും കൊടുക്കണമെന്നും പറഞ്ഞിട്ടില്ല, കൊടുക്കണ്ടെന്നും പറഞ്ഞിട്ടില്ല. ഈ വിവാദം TPക്ക് ഡോക്ടർ ഷഹീർ ഫോൺ ചെയ്തിട്ട് പറഞ്ഞ ഒരു കാര്യം, അപ്പോൾ TP പറയാത്തതുകൊണ്ട് ഞാൻ പറയണില്ല. എങ്ങനെയാണ് ഞാനത് കൊടുക്കണമെന്ന് അവരോട് പറയുക? അത് നിങ്ങളവിടെ ആലോചിച്ചാണ്ട് ഇങ്ങനെ ധാരണയിലെത്തിയ സംഗതിയല്ലേ? സർ ഞാൻ പറഞ്ഞോട്ടെ ഒരു വാചകം, വേണ്ടാന്ന് പറഞ്ഞ് ഞാൻ അതുകൊണ്ട് പറയണില്ല. കാരണം ഒരു മകൻ പിന്നിൽ വന്നിട്ട് വാപ്പാൻ്റെ ചന്തിക്ക് ഒരു കുത്തുത്തിയിട്ട് എടാന്നോ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു എന്ന് വിചാരിക്കുക, അത് ആരെങ്കിലും കേട്ടോന്നേ വാപ്പ വിചാരിക്കുള്ളൂ. എൻ്റെ മോൻ ഇങ്ങനെ ചെയ്തു എന്ന് പറയില്ല, ഒരു വാപ്പ അത് പറയില്ല. അതാണ് ആ പറഞ്ഞത്. അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. ചിലപ്പോൾ വല്ലാതെ വിഷമാകുമ്പോൾ ചിലപ്പോൾ പറയേണ്ടി വരും, പക്ഷേ ഇപ്പോൾ ആയിട്ടില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. ഇതൊക്കെ സഹിച്ചും ക്ഷമിച്ചുമാണ്. ഇന്ന അവസാനം ഇവരൊക്കെ കാണാത്ത ആളല്ലല്ലോ ഞാൻ. പ്രോഫ് കോണിന് എന്നെ വിളിക്കാൻ വേണ്ടി തീരുമാനിച്ചു എന്ന് പറഞ്ഞിട്ട് ഒരു കുട്ടി എന്നെ കണ്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ എന്നോട് പറഞ്ഞു അതിൽ പങ്കെടുക്കണം, എൻ്റെ പേര് അതിൽ എഴുതി വെച്ചിരുന്നു. ഞാൻ പറഞ്ഞു സർ എന്നോട് മദ്രാസ് പോയി തരണം എന്ന് പറഞ്ഞോട് ഞാൻ പോയി വന്നോളാം. ഇന്നെ അവർ ഇഷ്ടത്തോടു കൂടി ക്ഷണിച്ചിട്ടില്ലെങ്കിൽ എനിക്കത് പോകാൻ കഴിയില്ല. ഫോൺ വിളിച്ചു നോക്കി എത്ര, എന്നിട്ട് കിട്ടിയില്ല എത്ര. അതുകൊണ്ടാണ് അത്രേ പങ്കെടുക്കാതിരുന്നത്. എൻ്റെ അറിവോടുകൂടെ അല്ലാതെയാണ് പേര് വെച്ചത്. പോരെ, ഞാനങ്ങനെ എനിക്ക് പ്രസംഗിക്കാൻ അവസരമില്ലാത്ത വിഷമമൊന്നും ഇപ്പല്ല. 30 ദിവസം ഉണ്ടെങ്കിൽ 30 ദിവസവും പ്രസംഗിക്കാം. പക്ഷേ പ്രസംഗമല്ലാത്ത കുറച്ച് പണിയും കൂടി ഉള്ളതുകൊണ്ട് രണ്ടും കൂടി ആയിട്ട് തന്നെയാണ് പോകണം, അത്രയേ ഉള്ളൂ. അങ്ങനെയൊന്നും എവിടെയും തിക്ക് കയറി പോയി പ്രസംഗിക്കേണ്ട ഒരാവശ്യം ഇപ്പല്ല. പക്ഷെ അങ്ങനത്തെ ചില സന്ദർഭം വരികയാണെങ്കിൽ അത് ചെയ്യും.
അത്രയേ ഉള്ളൂ. ഇപ്പം അങ്ങനത്തെ സന്ദർഭമൊന്നും ആയിട്ടില്ല. നിങ്ങൾ നോക്കി, ഇതാണ് എന്നിട്ടാണ് പ്രചരിപ്പിക്കുന്നത്. ഈ സെലഫിയെ ഇങ്ങനെ പ്രചരിപ്പിക്കുന്നത് എന്തിനാ? ഞാൻ ചോദിക്കട്ടെ, അത് ഞങ്ങളാണ് പറഞ്ഞത് എന്ന് പറഞ്ഞത് MSMന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് അവിടെ വെച്ച് പറഞ്ഞത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്കിത് തിരുത്താൻ കഴിയോ? ഈ ജാമിയ നദവിയയിൽ എന്നെ സ്നേഹിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഈ സ്ഥാപനത്തിലെ സന്തതികൾ പോലും ഈ സെലഫിയത് മുടക്കി എന്ന് വിചാരിച്ച് നടക്കുന്നില്ലേ? ഞാൻ അവരെ വിളിച്ചു കൂട്ടി ഇത് വിശദീകരിച്ചു കൊടുത്തിട്ടുണ്ടോ? ഇല്ല. ഈ കേരളം മുഴുവനും പരന്നു കിടക്കുന്ന മുഴുവൻ MSMകാർക്കിടയിലും ഇത് പ്രചരിപ്പിച്ചിട്ടില്ലേ? അതല്ലേ അബ്ദുറഹ്മാൻ സലഫിയോടുള്ള വിദ്വേഷം? ഞാൻ ഇതിന് ഉത്തരവാദിയാണോ? അതാണ് അതിന് എനിക്ക് അനുബന്ധം പറയാനുള്ളത്. പിന്നെ 5 ലക്ഷം എന്നെക്കൊണ്ട് MSMന് എന്തെങ്കിലും ഗുണം ഉണ്ടായിട്ടുണ്ടാകും, ഉണ്ട്. അത് ഞാൻ പറഞ്ഞിട്ട് ഞാൻ ചെയ്തതിൻ്റെ പുണ്യം എനിക്ക് നഷ്ടപ്പെടണ്ട. പക്ഷെ ഒരു ദോഷവും MSMന് ഞാൻ ചെയ്തിട്ടില്ല. പറയണം. എനിക്കറിയാം റിയാസ് സ്വലാഹി ഇവിടുന്ന് പോയോന്ന് അറിഞ്ഞൂടാ. എന്നോട് റിയാസ് സ്വലാഹി ചോദിച്ചു, നിങ്ങളെപ്പറ്റി സർ ഇങ്ങനെ ഒരു ആരോപണമുണ്ട്. MSMൻ്റെ ഒരു സംസ്ഥാന ഭാരവാഹിയാണ് അത് പറഞ്ഞത്, ആളെ പേരും പറഞ്ഞു. ഞാൻ പറഞ്ഞു, ജോനോട് ചോദിക്കണം ആരാണ് ആ ആള് എന്ന്. ഏതോ ഒരു മുതലാളി ഗൾഫിലുള്ള ആൾ 5 ലക്ഷം ഉറുപ്പ്യ MSMന് കൊടുക്കാമെന്ന് പറഞ്ഞിരുന്നു അത്രേ. പിന്നെ ചോദിച്ചപ്പോൾ നിങ്ങൾ അബ്ദുറഹ്മാൻ സലഫിനൊന്ന് കാണി, അയാളോടൊന്ന് എനിക്ക് വിളിക്കാൻ പറയുന്നു പറഞ്ഞു എന്നാണ് ഞാൻ കേട്ടത്. ഏതാണ് ആ മുതലാളി എന്ന് എനിക്ക് അറിഞ്ഞൂടാ. ആരോടാണ് എന്നോട് വിളിക്കാൻ വേണ്ടി പറഞ്ഞത് എന്നറിഞ്ഞൂടാ. അതുണ്ടെങ്കിൽ എന്നോട് പറയട്ടെ, എന്നിട്ട് ആ മുതലാളിൻ്റെ അടുത്തേക്ക് പോകാലോ. ഏതായാലും TPക്ക് 2 ദിവസം മുമ്പ് വന്ന ഒരു മെസ്സേജ് എന്താ അറിയോ? PK അഹമ്മദിൻ്റെയും നൂർ ഷയുടെയും ചെരുപ്പ് നക്കികളെ, നിങ്ങൾ നോക്കണം ഈ സംസ്കാരം. നേരത്തെ പറഞ്ഞതുപോലുള്ള ഈ സംസ്കാരം എവിടുന്ന് കിട്ടിയതാ? മുജാഹിദിന്, മുസ്ലിമിന്, ഒരു മനുഷ്യന് യോജിച്ചതാണോ ഈ സംസ്കാരം? അയ്യയ്യയ്യേ. എന്നിട്ട് 110 ക്യാരറ്റ് സെലഫീസാണ് അത് എന്ന് പറഞ്ഞുകൊണ്ട് അടക്കാം. നാണക്കേട്. ഞങ്ങൾക്കൊക്കെ വന്നുകൊണ്ടിരിക്കണേ സന്തോഷമുള്ളതൊന്നുമല്ല വരല്. ജാതി പൈശാചികതയാണ്. ജിന്ന് കൂടുന്നുള്ളത് ഉറപ്പാ. ശരിക്കും കൂടിയിട്ടുണ്ട്. ജിന്ന് പറഞ്ഞാൽ ഷെയ്ത്താൻ ജിന്ന് തന്നെയാണ് കൂടിയിരിക്കണത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഷെയ്ത്താൻ സംസ്കാരം. നിർത്തിക്കളി മക്കളെ, അത് നിർത്തിക്കളി, ഈ ഏർപ്പാട് ഒഴിവാക്കിക്കളി. അപ്പോൾ ഇങ്ങനെ ഒരു സംഭവമല്ല, പച്ചക്കള്ളം. ഇനി ഏതെങ്കിലും മുതലാളിനോട് ചോദിച്ചു 5 ലക്ഷം കൊടുക്കാമെന്ന് പറഞ്ഞു, നിങ്ങൾ സെലഫിനോടൊന്ന് എനിക്ക് വിളിക്കാൻ വേണ്ടി പറയെന്ന് പറഞ്ഞെങ്കിൽ ഈ സെലഫി എങ്ങനെ അതിന് കുറ്റക്കാരനാകുന്നത്? ഞാനെങ്ങനെ അതിന് കുറ്റക്കാരനാകും? നിങ്ങൾ ആരെങ്കിലും എൻ്റെ അടുത്ത് വന്നിട്ട് നിങ്ങളൊന്ന് അയാൾക്ക് വിളിക്കി എന്ന് പറഞ്ഞിട്ട് ഞാൻ വിളിക്കൂല എന്ന് പറഞ്ഞാൽ ഞാൻ തടഞ്ഞു എന്ന് പറയാം. മൂപ്പരോട് പറഞ്ഞിട്ട് കിട്ടണ്ടാന്ന്. മൂപ്പരോട് പറഞ്ഞിട്ട് പലതും കിട്ടിയിട്ടുണ്ടല്ലോ, മൂപ്പരോട് പറയിപ്പിച്ച് നേടിയിട്ടുണ്ടല്ലോ. ഇതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇതന്നെയല്ലേ ഉള്ളൂ നേരത്തെ ചോദിച്ചതിൽ. അല്പം ഞാൻ പറഞ്ഞതിൽ വേറെണ്ടോ? നീണ്ടുപോയത് ക്ഷമിക്കണം. കാരണം ഒരു ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ യൂട്യൂബിൽ വന്നൊരു കാര്യം, അതും പിന്നെ ഇതും 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന് ആ ഷാഫി സ്വലാഹിയുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അത് നിങ്ങൾ എന്താ സംഭവിച്ചതെന്നൊന്ന് വ്യക്തമാക്കണം. ഷാഫി സ്വലാഹിയുമായി ബന്ധപ്പെട്ട്. ശരി, മനസ്സിലായി. ഞാൻ തന്നെ പറയും. ഷാഫി സ്വലാഹി എന്ന് പറയാൻ ഇപ്പോൾ എനിക്ക് ലജ്ജയുണ്ട്. ഷാഫി എന്ന് ഞാൻ പറയുന്നുള്ളൂ. പക്ഷെ അത് ഇമാം ഷാഫിൻ്റെ പേരാണല്ലോ എന്നതിലും എനിക്ക് വിഷമമുണ്ട്. അങ്ങനെ പറയല്ലാതെ ഓനെ പരിചയപ്പെടുത്താൻ നിവൃത്തിയില്ലല്ലോ. KNM പ്രസിഡന്റ് TP അബ്ദുള്ള കോയ മദനിക്ക് ഫോൺ ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ചു. എനിക്കൊക്കെ പ്രായം കുറവറിഞ്ഞാലും 52 വയസ്സായിക്കിട്ട്, പക്ഷെ ഞാൻ എന്നാലും ഇപ്പോൾ പ്രായമായിട്ടില്ല എന്ന് വിചാരിച്ചിട്ട് തന്നെ നടക്കണത്. ഇവരൊക്കെ അപേക്ഷിച്ച് 70ൻ്റെ മുകളിലുള്ള ഓല മുമ്പിൽ ഞാൻ കുട്ടിയാണ്, അതിലൊരു സംശയമല്ല. അപ്പോൾ TPനെ പറ്റി ഫോൺ ചെയ്ത് വളരെ മോശമായിട്ട് സംസാരിച്ചപ്പോൾ ഞാൻ പിന്നെ ഈ ഫോണൊക്കെ കട്ട് ചെയ്യലും ഇത് ആരാ എന്താ നേരിട്ട് കാണാം കഴിഞ്ഞ് വേറെ തോനെ സംസാരിക്കാൻ നിൽക്കലില്ല. അങ്ങനത്തെ ആളുകളാണ് കണ്ട. പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ എന്ത് പ്രസിഡൻ്റാ, എന്ത് ജനറൽ സെക്രട്ടറിയാ, എന്ത് സെക്രട്ടറിയാണൊക്കെ വരിക. TPൻ്റെ മാതിരിയല്ലല്ലോ. കുറേ പ്രായവും അതിനനുസരിച്ചുള്ള പക്വതയും കൂടുതൽ ക്ഷമയും ഒക്കെ ഉണ്ടല്ലോ. അതുകൊണ്ട് കുറച്ചൊക്കെ കേൾക്കും.
അപ്പം അങ്ങനെ കേൾക്കാൻ പറ്റാത്ത കോലത്തിൽ മോശമായിട്ടാണ് ഷാഫി സംസാരിക്കുന്നത്. അപ്പോൾ TP ആ ഫോണ് കട്ടാക്കി. TP യുടെ നാട്ടിൽ ഫറോക്കിൽ വന്ന് സംഘടനാപരമായും ആദർശപരമായും ഒരുപാട് പ്രശ്നങ്ങൾ ഷാഫി മുഖേന ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഷാഫിനെ TP നേരിട്ട് കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. ചിലപ്പോൾ TP ഉള്ള അടുത്ത് കൂടി വന്നു പോയിട്ട് എന്താണ് ഷാഫി എന്നുള്ള നിലക്ക് പരിചയപ്പെടുകയും നോക്കി കാണുകയും ചെയ്തിട്ടില്ല എന്ന് TP ഇന്നലെ പ്രസംഗിക്കുമ്പോൾ പറഞ്ഞു. അതാണ് ഷാഫി. പിന്നെയാണ് യൂട്യൂബിൽ ജിഷാൻ മാഹി, നേരത്തെ ഇവിടെ പറഞ്ഞല്ലോ, ആ ജിഷാൻ മാഹിയും ഷാഫി സ്വലാഹിയും 1.5 മണിക്കൂർ നേരം ടെലഫോണിൽ, ഇവർക്കൊക്കെ പണി 18 മണിക്കൂറുണ്ട് സാലിമിൻ്റെ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. നേരാന്ന് ഞാൻ വിശ്വസിച്ചിട്ടില്ല ഇതുവരെ. 42 മിനിറ്റുള്ള ഒരു ക്ലിപ്പ് ഇതുപോലത്തെ ഒരുപാട് വരാണ്ട് 16-18 മണിക്കൂറുണ്ട് എന്ന് പറഞ്ഞു കേൾക്കുന്നു. അപ്പോൾ ഇവർക്കൊക്കെ എന്താ പണി? വല്ലാത്ത കൂലി കിട്ടുന്ന പണിയാണല്ലോ. ഒരു പച്ച ഖുറാഫിയോട്, കാന്തപുരം ഖുറാഫിയോട് ഷാഫി സ്വലാഹി രാത്രി സമയത്ത് TP അബ്ദുള്ള കോയ മദനിയെ ഇകഴ്ത്തി പറയാൻ, കുറ്റപ്പെടുത്തി പറയാൻ 1.5 മണിക്കൂർ ആ ഫോണിൽ സമയമെടുക്കണം. ഓട്ടിട്ട് ഇവനെങ്ങനെ പൊരിച്ച് ഓനെക്കൊണ്ടൊക്കെ പറയിപ്പിച്ചെടുത്ത്. അങ്ങനത്തെ വലിയ ബുദ്ധിജീവിയാണ്. പക്ഷെ ഓൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഇതൊക്കെ പുറത്ത് വരണമെന്നായിരിക്കും, അള്ളാഹു ആല എനിക്കുള്ളറിയില്ല. അങ്ങനെ ഇതൊക്കെ സംസാരിച്ചിട്ട് അവർ TPനെ പറ്റി, TP ഒരു രാഷ്ട്രീയക്കാരനാണ്, TPക്ക് ഒരു വിവരമല്ല. അങ്ങനെയാണില്ലേ? അപ്പോൾ TP അബ്ദുള്ള കോയ മദനീന്നല്ലേ? അത് മദീനത്തിലും പഠിച്ചോലൊക്കെ മദനീന്നാ പറയുക. അതുകൊണ്ട് പണ്ഡിതനായിക്കോളണമെന്നില്ല. മനസ്സിലായില്ലേ? ഇത് എന്നിട്ട് പറയാം, ജിഷാനെ ഇത് നെറ്റിലിടരുത് കേട്ടോ, ഇത് അല്ല നെറ്റല്ല, എന്താ പറയുക, മറ്റേ യൂട്യൂബിലിടരുത് കേട്ടോ, ഇതൊരു അമാനത്ത്, നമ്മൾ തമ്മിലുള്ള ഒരു അമാനത്താണ്. അപ്പോൾ ഇതിങ്ങനെ ചിലർ പറയലുണ്ട്, ബെൽക്കൊക്കെ ഇതൊരു ഹരാണ്, അങ്ങോട്ടും ഇങ്ങോട്ടും വിമർശിക്കൽ. അത് നേരാൻ തോന്നൂല ഈ വാക്ക് കേട്ടാൽ. ചിലപ്പോൾ രാഷ്ട്രീയക്കാരെ പറ്റിയാണ്, CPM-കാരൻ ലീഗുകാരനെ പറയുന്നത് കേട്ടാൽ കണ്ടാ കുത്തി കൊല്ലും തോന്നും, തിരിച്ച് അങ്ങോട്ടും. പക്ഷെ ഓല് തമ്മിൽ വലിയ ലോകിയാന്ന് പറയും. ഇതുപോലെ തന്നെയാണ് ഇപ്പോൾ കാന്തപുരം സുന്നിയായ ജിഷാൻ മാഹിയും ഷാഫിയും വലിയ രോഗിയാണ്. അതുകൊണ്ട് അതൊരു അമാനത്താട്ടോ, ദൈലിടരുത് കേട്ടോ. നോക്കണം ഇവർ തമ്മിലുള്ള ബന്ധം. TPയോട് വിദ്വേഷം, വെറുപ്പ്. അബ്ദുറഹ്മാൻ സലഫിയെ കണ്ണിൻ്റെ നേരെ കണ്ടുകൂടാ. ജിഷാൻ മാഹിയോട് എന്തൊരു സൗഹൃദം, എന്തൊരു സൗഹൃദം. ഇത് നമ്മൾ തമ്മിലുള്ള അമാനത്താട്ടോ, യൂട്യൂബിലിടരുത് കേട്ടോ ഇപ്പം പറയാ. അപ്പം എന്താ പേടിയാ? അല്ല അങ്ങനല്ല. എന്നിട്ട് അവസാനം പോട്ടെ, അവസാനം ഇത് അവസാനിപ്പിക്കുമ്പോൾ ഇവൻ നിർത്തുന്നത് എന്താണെന്നറിയോ? കേട്ടല്ലോ, എനിക്ക് പാടാൻ കഴിയൂല. TP എന്ന 2 അക്ഷരം കേൾക്കുമ്പോൾ ഷാഫി സ്വലാഹിയും വിറച്ചിടും എന്ന് ജിഷാൻ മാഹി പാടിക്കൊണ്ടാണ് ആ ഫോൺ അവസാനിപ്പിക്കുന്നത്. ഓൻ അതങ്ങനെ തന്നെ യൂട്യൂബിലിട്ടു. മിനിഞ്ഞാന്ന് കാന്തപുരം സുന്നികളുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ നടക്കുന്ന പ്രസംഗം ഷാഫി സലാഹി ചങ്ങലീരിയുടേതാണ്. പോരെ, ഓല് പ്രചരിപ്പിക്കേണ്ട പ്രസംഗം തന്നെയാണത്. ഈ ഓഡിറ്റോറിയത്തിൽ വെച്ച് KNM-ന്റെ വിളിച്ചു ചേർത്ത സംയുക്ത കൗൺസിലിൽ TP അബ്ദുള്ള കോയ മദനി ആദർശപരമായി ഗൗരവം കാണിച്ചുകൊണ്ട് സംസാരിച്ച പ്രസംഗത്തിലെ ഒരു വാചകം എടുത്തിട്ട് ഇതുകൊണ്ട് ശത്രുക്കൾക്കൊക്കെ ആയുധായി എന്ന് ഒരോളിച്ചടക്കണ ആളാവും. ഓനാണ് ഈ സൗഹൃദം വെച്ച് പുലർത്തുന്നത്. ആരോട്? ജിഷാൻ മാഹിയോട്. ഓൻ്റെ പ്രസംഗം 1.5 മണിക്കൂർ നേരത്തെ ഫോൺ സംഭാഷണമാണ് കാന്തപുരം സുന്നികളുടെ ബൈലക്സ് ക്ലാസ് റൂമിൽ ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്, അവിടെ റെക്കോർഡ് ചെയ്ത് കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നത്. നിങ്ങൾ നോക്കണം, ഇവിടെയാണ് ഇപ്പം എത്തി നിൽക്കുന്നത്. അവരാണത്ര യഥാർത്ഥ പ്രസ്ഥാനം, അവരാണത്ര യഥാർത്ഥ KNM, അവരാണത്ര യഥാർത്ഥ സലഫികൾ. ആ മാർഗത്തിലാണത്ര എല്ലാവരും. ഇത് മൂവർ സംഘം. 3-ൽ 1 ഞാൻ, 2 ആൾ ഇവിടെ അപ്പുറം ഇരിക്കുന്നുണ്ട്. ഒന്ന് അനസ് മൗലവിയും ഒന്ന് ഹനീഫ് കായക്കൊടിയും. ഇത് 3 തന്നെ ഉള്ളൂ. സ്വലാഹികളൊക്കെ ജിന്നൂരികളാണ് എന്നാണ് ഇവിടെ കേട്ടല്ലോ. നേരത്തെ സ്വലാഹിമാരുടെ നേരെ വരാനിരിക്കുകയാണ് ഇനി. സ്വലാഹിമാരുടെ പട ആദർശ സംരക്ഷണത്തിനും ആദർശത്തെ പ്രതിരോധിക്കാനും സ്വലാഹി പട രംഗത്തിറങ്ങുകയാണ്. അങ്ങനെയൊന്നും വിചാരിച്ച് നടക്കണ്ട. അപ്പം ഞാൻ പറഞ്ഞത്, ഇത് ഈ വലിയ KNM പ്രസിഡന്റിൻ്റെ പേരിൽ ഇത് പറഞ്ഞാൽ
വേറൊരു സംഘടനയിലാണെങ്കിൽ പിറ്റേന്ന് ഓന് ഡിസ്മിസ്ഡ്. അതായിരിക്കും ഉണ്ടാകുക. നിങ്ങൾ ഇവിടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിൻ്റെ പിന്നെ അച്യുതാനന്ദൻ്റെയും അപ്പോൾ മൗലവി ഇവിടെ ഉള്ളതുകൊണ്ട് എനിക്ക് പറയാൻ വയ്യ, അച്ചുമാമൻ എന്നാണ് നെറ്റിൽ ബഹുമാനപ്പെട്ട KNM പ്രസിഡന്റിനെ കള്ളത്തരത്തിൽ ഈ കളവ് മാത്രം പ്രചരിപ്പിക്കുന്ന ദുരാരോപണം ഉന്നയിക്കുന്നവർ എഴുതിയിട്ടുള്ളത്. ജമിയത്തുൽ കഴുതകൾ എന്നാണ് ജമിയത്തുൽ ഉലമ എഴുതിയിട്ടുള്ളത്. അതാണ് ഇവർ ഫോർവേഡ് ചെയ്തുകൊണ്ട് നടക്കുന്നത്. ഇതാണ് ഈ നെറ്റ് ജീവികൾക്ക്, ഈ മെസ്സേജ് അയക്കുന്ന ജീവികളുടെ പണി. നോക്കണം നിങ്ങൾ എവിടെ എത്തിവരും. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഇത് മുജാഹിദ് പ്രസ്ഥാനമായതുകൊണ്ട് ക്ഷമിച്ച് ഇനി ഓനെ വിളിക്കുമ്പോൾ എപ്പോഴെങ്കിലും സംസാരിക്കാം എന്നുള്ള നിലക്ക്. അതിൻ്റെ ഇടക്കാണ് നേരത്തെ പറഞ്ഞ നിലക്ക് എറണാകുളത്ത് ആ ചർച്ച നടക്കാൻ വേണ്ടി സ്വകാര്യമായിട്ട് ഇവർ തീരുമാനിച്ചതിൻ്റെ തലേന്ന് രാത്രി 10 മണിക്ക് ശേഷം മദനിൻ്റെ വീട്ടിലൊരു കവർ കൊണ്ടുപോയി കൊടുത്തത് ഷാഫിയാണ് കൊണ്ടുപോയി കൊടുത്തത്. ഒപ്പം ഒരു ഫൈസലുണ്ട്. അപ്പോൾ ഇത് പിന്നെങ്ങനെ അവിടുന്ന് ഇവിടുന്നൊക്കെ ജമിയത്തിന് കത്ത് കൊടുത്ത് ചർച്ചല്ല. ഒരു അഡ്രസ്സില്ലാത്ത കത്ത് ആരെങ്കിലും പരിഗണിക്കും? ഒരു സംഘടനയ്ക്ക് പരിഗണിക്കാൻ പറ്റുമോ? പേരെഴുതിയിട്ട് ഒപ്പ് എന്ന് മാത്രം ഉണ്ടെങ്കിൽ എടുക്കാൻ കഴിയൂല. എന്തേ ഒരാൾക്കെങ്കിലും ഒപ്പ് അച്ചടിച്ച് കൊടുത്തു ഒരാൾക്കെങ്കിലും ഒപ്പിട്ടൂടെ? കൊണ്ടെന്ന് കൊടുത്തോനെ ഒപ്പിട്ടൂടെ? അതും ചെയ്തിട്ടില്ല. അപ്പം അതുകൊണ്ട് കൊടുത്ത ആളെ വിളിപ്പിച്ചു. ജമിയത്തിൻ്റെ സെക്രട്ടറി മദനി വിളിപ്പിച്ചു. വൈസ് പ്രസിഡന്റ് TP ഉണ്ട്, ട്രഷറർ അഹമ്മദ് അലി മദനി ഉണ്ട്, ജമിയത്തിൻ്റെ അസിസ്റ്റന്റ് സെക്രട്ടറി ഞാനുണ്ട്, അതേപോലെ തന്നെ KNM സെക്രട്ടറി പാലത്ത് അബ്ദുറഹ്മാൻ മദനി ഉണ്ട്, സലീം ചാലിയവും ഉണ്ട്. വിളിച്ചത് കേട്ടാൽ തോന്നിപ്പോകും ഏതോ ജയിലിൽ കൊണ്ടുപോയിട്ട് ഇരുട്ടറി കൊണ്ടുപോയിട്ട് പീഡിപ്പിച്ചതാണ്. മുജാഹിദ് സെൻറ്ററിൽ ഗസ്റ്റുകൾ വരുമ്പോൾ അവരെ ആദരപൂർവ്വം ഇരുത്താനുള്ള 2 ഗസ്റ്റ് റൂമുണ്ട്. ആ ഗസ്റ്റ് റൂമിലേക്കാണ് വിളിച്ചത്. പടച്ചോനെ, ആ ഗസ്റ്റ് റൂമിനെയാണ് ഒരു റൂമിൽ കൊണ്ടുപോയി കുറ്റിയിട്ട് കൊണ്ട് പീഡിപ്പിച്ചു എന്നൊക്കെ പറഞ്ഞത്. ആ ഗസ്റ്റ് റൂമിൽ ഒരു മേശയ്ക്ക് ചുറ്റും കസേരകളിട്ട് ഞങ്ങളെല്ലാം കൂടി ഇരുന്നു. വളരെ നല്ല നിലക്ക് മദനി കാര്യങ്ങൾ പറഞ്ഞു. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിളിച്ചത്. ഒരു ഒപ്പുമില്ല, പിന്നെ ഒരു അഡ്രസ്സും ഇല്ലാതെ ഞങ്ങൾക്ക് പരിഗണിച്ച് ഒരു ചർച്ച ചെയ്യണമെങ്കിൽ ഒരാളെ വിളിക്കണ്ടേ? കൊണ്ടുവന്ന ഇജ്ജാണ്, അതുകൊണ്ടാണ് എന്നെ വിളിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞു, ഷാഫി എന്നാലും അതിൻ്റെ അടിയിൽ ഇജൊന്ന് എഴുതി ഒപ്പിട്ട് കൊടുത്തോളാം. ഈനിക്കങ്ങളോട് വർത്താനല്ല, നിങ്ങളിവിടെ ഉണ്ട് പറഞ്ഞ് അങ്ങോട്ട് വരികയെന്നല്ല എന്ന് പറഞ്ഞിട്ട് എൻ്റെ നേരെ ഇപ്പം തട്ടിക്കയറുകയാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഏതായാലും ഞാനും ഇവിടെ ഉണ്ട്, ഇവിടെ വരും ചെയ്തില്ലേ, ഇനിയിപ്പോൾ ഏതായാലും ഇപ്പം കൊടുത്തത് ഇതിനെപ്പറ്റി അന്വേഷിക്കണം, അതിലാണ്ട് ഒപ്പിട്ടാളാം, നിങ്ങളോട് എനിക്ക് വർത്താനമില്ല എന്ന് പറഞ്ഞില്ല. ഇപ്പം പിന്നെ ചാട് തന്നെ. എന്താണെങ്കിലും ഒന്നാകെ എടുത്തിട്ട് അതിൻ്റെ അടിയിൽ പേരെഴുതി ഒപ്പിട്ടു. ഏൽപ്പിച്ചത് P. മുഹമ്മദ് ഷാഫി സ്വലാഹി എന്നെഴുതി ഒപ്പിട്ടു. അപ്പോൾ TP പറഞ്ഞ്, ഇനി എൻ്റെ പേരിൻ്റെ നേരെയും കൂടി ഒപ്പിട്ടോളാം. അതെന്തിനാ 2 ഒപ്പ്? അല്ലെങ്കിൽ എനിക്ക് നിങ്ങളോട് വർത്താനല്ല, നിങ്ങൾക്ക് മാന്യതല്ല, നിങ്ങൾ ഞാൻ ഫോൺ ചെയ്തപ്പോൾ കട്ടാക്കിയ ആൾ, നിങ്ങളോട് എനിക്ക് വർത്താനല്ല. ആ കൂട്ടത്തിൽ TPയേക്കാൾ വലിയൊരാളില്ല, ആ കൂട്ടത്തിൽ പ്രായം കുറഞ്ഞ ആളും ഞാനാ. മിണ്ടാതെക്കാൻ പറ്റുമോ? പറഞ്ഞു, ഷാഫി എന്ത് ചിത്രം മോശമായിട്ട് സംസാരിക്കണം, മാന്യമായി സംസാരിക്കണം. എന്തിനാ 2 ഒപ്പിടുന്നു? ഇതിൻ്റെ കണ്ടൻറ്റ്, ഇതിൻ്റെ ഉള്ളിലുള്ള ഉള്ളടക്കം അംഗീകരിക്കുന്ന ഒരാൾ വേണം. അത് അംഗീകരിക്കേണ്ടുണ്ട്, നാണ്ട് ഒപ്പിട്ടോളാം. അപ്പോൾ ഒപ്പിട്ട് വലിയ കൊമ്പും തുമ്പി ഉള്ളവനാണെങ്കിലും അവിടെയൊക്കെ സമ്മതിക്കും. ഞങ്ങളെ മുന്നിൽ വന്ന അങ്ങനെ വലിയ കൊമ്പുള്ളവരും തുമ്പിക്കൈ ഉള്ളവരും ഒക്കെ അങ്ങനെ അതുമൊക്കെ സമ്മതിച്ച് ഒപ്പിട്ട് എന്നാണ്ട് കൊണ്ടാണ് ഞാൻ വാങ്ങി. അപ്പോഴും ഇപ്പം തട്ടിക്കയറുക. എന്താ എൻ്റെ 2 ഒപ്പ് വ്യാജാണോ നോക്കാനാ? അതെന്താ നോക്കേണ്ടതെന്ന് എനിക്കറിയും, അത് ഞാൻ നോക്കും. ഇജ് ചെയ്യേണ്ടത് ഇജ് ചെയ്യേണ്ടി വരും, എന്നെക്കൊണ്ട് ചെയ്യിക്കും. ഇപ്പം എന്നെക്കൊണ്ട് ഒപ്പ് 2 ഇടിപ്പിച്ചില്ലേ. അപ്പോൾ ആ ജാതി വർത്താനമൊക്കെ നിർത്തിക്കള ഷാഫി. ഇപ്പം പിന്നെയും തട്ടിക്കയറി മോശമായിട്ട് സംസാരിക്കുക. TP ഇന്നലെ ഈ ചോദ്യത്തിന് TP ഞാൻ മറുപടി പറഞ്ഞു. അപ്പോൾ TP പറഞ്ഞത് സെലഫി ആയതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ, പല്ലിനൊന്നും പറ്റിയിട്ടില്ല, വേറെ ആരെങ്കിലും ആണെങ്കിൽ പല്ലുണ്ടാകൂലായിരുന്നു എന്നാണ്. അത് TP പറയണമെങ്കിൽ എങ്ങനെയായിരിക്കും ഷാഫി പെരുമാറിയത്? കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അവിടുന്ന് എൻ്റെ സംസാരം എത്ര മോശമെന്ന് കണ്ടപ്പോൾ TP അവിടുന്ന് എണീറ്റാണ്ട് ഞാൻ പോകുകയാണ്. TP ഇറങ്ങിപ്പോയി. ബാക്കി പിന്നെ ഞങ്ങളാണ് സംസാരിച്ചത്. അപ്പോൾ ഇത് കഴിഞ്ഞതിൻ്റെ ശേഷം ഇവൻ എണീറ്റ് നിന്നിട്ടുണ്ട്, ഞങ്ങളൊക്കെ എണീറ്റ് നിന്നിട്ടുണ്ട്. അനാവശ്യം പറഞ്ഞാൽ അങ്ങനെ ഉണ്ടോ? നമ്മളെല്ലാവർക്കും കുതിര കയറാം. എന്താ എനിക്ക് ഈ സാലിമിനെ പറ്റിയിട്ട് നല്ല 1-ാം നമ്പർ ക്ലിപ്പുണ്ടാക്കിയാണ്ട് വിട്ടൂടെ? എൻ്റെ മൂക്ക് ഓൻ ചെത്തുവോ? എൻ്റെ മൂക്കോൻ ചെത്തുമെങ്കിൽ ഓൻ്റെ മൂക്ക് എനിക്കും ചെത്താൻ കഴിയൂലേ? പക്ഷെ ആ പണി ഞാൻ ചെയ്തിട്ടില്ല, ചെയ്യാൻ വിചാരിച്ചിട്ടില്ല. കഴിയാത്തവനൊന്നുമല്ല ഞാൻ. അത്യാവശ്യം എനിക്കും, ഞാനും ആ പ്രായം കഴിഞ്ഞിട്ട് തന്നെ വന്നത്. ആ പ്രായത്തിലുള്ള വളവും കുബുദ്ധിയും എനിക്കറിയാം.
ഈ പ്രായം വരെയുള്ള പരിചയം എനിക്കുണ്ട്. ഇതുപോലെ വല്ലാതെ മെക്കിട്ട് എറിയാൽ അങ്ങനെ ഒരു ആയത്തുണ്ട് ഖുർആനിൽ. അഹ്സൻ എന്ന് പറഞ്ഞതും ഖുർആനാ. തിന്മയെ നന്മ കൊണ്ട് നേരിടുക. ചിലപ്പോൾ തിന്മയെ തിന്മ കൊണ്ട് നേരിട്ടാലേ അതണ്ട് അവസാനിക്കും. ചിലപ്പോൾ അങ്ങനെ വേണ്ടി വരും. ഞാൻ കുളിക്കുമ്പോൾ കുപ്പായവും ബനിയനും ഷഡ്ഡിയും തുണിയൊക്കെ അഴിച്ചൊരു മുണ്ട് കൊടുത്തിട്ടാണ് കുളിക്കൽ. കുളിമുറിയിൽ ഒരുത്തന് അത് ഫോട്ടോ എടുത്തിട്ട് കണ്ടോ അബ്ദുറഹ്മാൻ സലഫിൻ്റെ സംസ്കാരം, മൂപ്പരൊരു വെറും മുട്ടിൻ്റെ മീതെ കാണുന്ന ഒരു തുണി കൊടുത്തിട്ടാ നടക്കുന്നത് എന്ന് പറഞ്ഞ് നെറ്റിലിട്ടാൽ എങ്ങനെ ഉണ്ടാവും? കുളിക്കുമ്പോൾ അങ്ങനെ അബ്ദുറഹ്മാൻ സലഫി. ഇനി ഒന്നും രണ്ടും എന്ന് പറഞ്ഞാൽ രണ്ടിനും ഇരിക്കുമ്പോൾ തുണി പൊക്കിയിട്ടായിരിക്കും ഇരിക്കുക. അപ്പോൾ ഒരുത്തം ഫോട്ടോ എടുത്തിട്ട് ഈ ജാതി ആളാ സലഫി എന്ന് പറഞ്ഞാൽ മോശമാകല്ലാതെ ഇന്നെ തെറി പറഞ്ഞ് മോശമായിട്ട് സംസാരിച്ചാൽ അതിൻ്റെ പല്ലിയാൻ അടിച്ചു വയ്ക്കുമെന്ന് പറയേണ്ടി വരും. ചിലപ്പോൾ ഇനി അതിൻ്റെ അപ്പുറമൊന്നും ചെയ്യേണ്ട സ്ഥിതി ഉണ്ടാകാതെക്കട്ടെ ഈ ജന്മത്തിൽ എന്നാണ് വിചാരിക്കണത്. ഏതായാലും ഞാൻ ആരെയും പല്ലിതുവരെ അടിച്ച് കൊഴിച്ചിട്ടില്ല. വർത്താനമൊക്കെ ആവശ്യത്തിനനുസരിച്ചൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് പറയാൻ എനിക്ക് കഴിയും ചെയ്യും. പറയേണ്ടി വരുമ്പോൾ അത് പറയും. അത്രയേ ഉള്ളൂ. ഷാഫിൻ്റെ പല്ലൊന്നും പോയിട്ടില്ലല്ലോ. ആരെങ്കിലും ഒന്ന് പരിശോധിച്ചോ? ഈ ഡെൻ്റൽ ക്ലിനിക്കിലേക്കല്ല അവിടുന്ന് പോയത്. അവിടുന്ന് പുറുപുറത്തോണ്ട് പുറത്തിറങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന സലീം ചാലിയം പറഞ്ഞു, ഷാഫി പറയാനുള്ളതൊക്കെ ഇവിടുന്ന് തന്നെ പറഞ്ഞിട്ട് പുറത്തേക്ക് പോയാൽ മതി കേട്ടോ. അവിടെ പള്ളിക്ക് നിസ്കരിക്കാൻ ആൾക്കാർ പോകുന്നുണ്ട് പുറത്ത്. ഗസ്റ്റ് റൂമിൻ്റെ മുമ്പ് കൂടിയാണ് ഇവിടെയുള്ള ആളുകൾ നിസ്കരിക്കാനാണ് പള്ളിയിൽ കയറുന്നത്. ഇത് പറഞ്ഞതാണ്. പുറത്തിറങ്ങിയിട്ടെങ്ങാനും പറഞ്ഞാൽ കാണിച്ചു തരാമെന്ന് അറിഞ്ഞുകൊണ്ട് എന്നെ ഭീഷണിപ്പെടുത്തിയെന്നാണ് മുതലാളിയായ ഗുണ്ടയായ സലീം ചാരിയ. ആ മനുഷ്യന് തടിയുണ്ട് എന്നല്ലാതെ മുതൽ പലർക്കും ഉണ്ടല്ലോ, അതുപോലെ മുതലുണ്ട് എന്നല്ലാതെ പിന്നെ മൂപ്പരാരെയും ഒന്ന് കുത്തുന്നുള്ളേ പോലും ചെയ്ത എനിക്കറിഞ്ഞൂടാ. അതാണ് കണ്ട ആർക്കും തോന്നും, കണ്ടാൽ തോന്നും വലിയ ഗുണ്ടയാണ് എന്ന് തോന്നും, തടിയുണ്ട് എന്നുള്ളത് കൊണ്ട്. മുതലുണ്ടായിന് ചിലർക്കൊക്കെ മുതലുള്ളത് കൊണ്ടല്ലേ ജോലി രാജിവെച്ചിട്ട് ഷാഫിയൊക്കെ ഇങ്ങനെ നടക്കണത് അല്ലേ? ആർക്കും മുതലില്ല, എല്ലാവരും ഷാഫിനെ പോലെയാണെങ്കിൽ ഷാഫിക്ക് ജോലി രാജിവെച്ച് ഇങ്ങനെ നടക്കാൻ കഴിയോ? വേറെ ചില ആളുകൾ ജോലി ഒഴിവാക്കിയിട്ട് ഇങ്ങനെ നടക്കുമോ? അതൊന്നും പറയിപ്പിക്കരുത് കേട്ടോ. നമ്പറിട്ട് പറയും. നിങ്ങൾ ഈ ജാതി കത്തും നോട്ടീസും ഒക്കെ ആയിട്ട് നടന്നിട്ട് ഇതൊക്കെ അറിഞ്ഞിട്ട് ഇത് പറയാതിരിക്കുന്നത് എന്താ അറിയോ? നിങ്ങളെ പേടിച്ചിട്ടല്ല, ഞങ്ങളെ സംസ്കാരമാണ്. എപ്പോഴെങ്കിലും ഒന്ന് തുളുമ്പിയതാണ് ആ പറഞ്ഞതൊക്കെ. ഇതാണ് ഷാഫി സ്വലാഹി എന്ന് പറയുന്ന ആൾ. ഇനി അയാൾ എന്നെപ്പറ്റി എഴുതിയ ഈ കൊടുത്തതുണ്ടല്ലോ, അത് മുഴുവൻ എന്നെപ്പറ്റിയുള്ള കളവും എൻ്റെ പേരിലുള്ള വിദ്വേഷവും അബ്ദുറഹ്മാൻ സലഫിക്കെതിരിൽ ജമിയത്തിൻ്റെ ഈ പുസ്തകം അബ്ദുറഹ്മാൻ സലഫിയുടെ പ്രബന്ധമാണെന്ന് പത്രങ്ങളിൽ പരസ്യം ചെയ്യണം. അതാ ഷാഫി സ്വലാഹി വേറുള്ള ആൾക്കാരെ പേര് വെച്ചെങ്ങാണ്ട് എഴുതി കൊടുത്തതിൽ എന്ത് ചെയ്തിട്ടുള്ളത്, ആവശ്യപ്പെട്ടിട്ടുള്ളത്. അബ്ദുറഹ്മാൻ സലഫിക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണം. എന്നിട്ടതൊരു സർക്കുലറായി മുഴുവൻ യൂണിറ്റുകളിലേക്കും അയക്കണം. കുറ്റം പറയുന്നതും അവൻ, വിചാരണ നടത്തുന്നതും അവൻ, തീരുമാനമെടുക്കുന്നതും അവൻ, നടപ്പാക്കുന്നതും അവൻ. എന്നിട്ട് സർക്കുലറൊന്നും പെട്ടെന്ന് ഓനെ എഴുതാൻ പറ്റല്ലോ. അപ്പം ഇത് തന്നെ ശാഖകളിലൊക്കെ അയച്ചു, നെറ്റുകളിലൊക്കെ അയച്ചു. ഞാൻ അതിൽ ഇന്നെപ്പറ്റി ഇങ്ങനെ എഴുതിയത് കണ്ടപ്പോൾ എൻ്റെ ചില സുഹൃത്തുക്കൾക്ക് ഫോൺ ചെയ്തു. കൊണ്ടോട്ടിയിലുള്ള ഖാദർ ബായിക്ക് വിളിച്ചു. ഖാദർ ബായി ഇങ്ങനെ ഒന്നുണ്ട്, നിങ്ങളെ പേരും ഒപ്പ് എന്ന് ബ്രാക്കറ്റിൽ എഴുതിയിട്ടുണ്ട്. ഇത് നിങ്ങൾ വായിച്ചിട്ടുണ്ടോ, നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നെപ്പറ്റി ഇതിൽ എഴുതിയത് നിങ്ങൾ അറിഞ്ഞുകൊണ്ട് എഴുതിയതാണോ? നിങ്ങൾക്ക് അങ്ങനെ അഭിപ്രായമുണ്ടോ? സലഫി, ഞാനത് കണ്ടിട്ടുമില്ല, ഞാൻ വായിച്ചിട്ടുമില്ല. നിങ്ങളെപ്പറ്റി വ്യക്തിപരമായി എനിക്ക് അങ്ങനെ അഭിപ്രായമല്ല. ഞാൻ ആ എഴുതിയതിന് എതിരുമാണ്. എന്നോട് ഷാഫി, പിന്നെ വേറൊരാൾ അബ്ദുൽ മാലിക് മറയൂർ, ഇങ്ങനെ ചിലരൊക്കെ എന്നെ ഫോൺ ചെയ്ത് കണ്ടത് പിന്നെ ഇങ്ങനെ കൊടുക്കുകയാണപ്പോൾ മതപരമായൊരു വിഷയം ചർച്ച ചെയ്യാൻ ജമിയത്തിനോട് പറയണേന് ആവശ്യപ്പെടുന്നതിന് വിരോധമല്ല. പക്ഷെ കൊടുക്കണതൊന്ന് കൂടി വായിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു. എന്നെ കാണിച്ചിട്ടും ഞാൻ വായിച്ചിട്ടും ഇല്ല. എന്നോട് ഖാദർ ബായി പറഞ്ഞു. ഞാൻ നബീൽ ലണ്ടത്താണിയെ വിളിച്ചു. അദ്ദേഹം പറഞ്ഞ അതിലുള്ള ആ വിഷയം മുമ്പൊരു 18 പേജ് നെറ്റിലുണ്ടായിരുന്നല്ലോ, അതാണ് ഞാൻ കരുതിയത്. അത് ചർച്ച ചെയ്യാൻ ആവശ്യപ്പെടുന്നതിന് എനിക്ക് അഭിപ്രായമുള്ളൂ. നിങ്ങളെപ്പറ്റി ഒന്നും എഴുതിയിട്ടില്ല. എഴുതിയ വാചകം വായിച്ചപ്പോൾ ഇത് ഞാൻ അറിയില്ല, ഞാൻ നിരപരാധിയാണ്, ഇതിന് ഞാൻ ഉത്തരവാദിയല്ല, ഞാൻ നിരപരാധിയാണ്. അതിൽ അടിയിൽ എൻ്റെ പേര് വെക്കാൻ സമ്മതിച്ചത് നിങ്ങളെപ്പറ്റി വ്യക്തിപരമായി എഴുതിയ കാര്യത്തിന് ഞാൻ എതിരാണ്. ഇത് ഞാൻ എവിടെയും പറയും, വേണമെങ്കിൽ എഴുതിത്തരും ചെയ്യാം.
അൻസാരിൻ്റെ അഭിപ്രായം എന്നെപ്പോലെ തന്നെയാണ് എന്ന് പറഞ്ഞ അൻസാരിനെ ഞാൻ വിളിച്ചിട്ടില്ല. ഞാൻ മുബാറക്കിനെ വിളിച്ചു. അങ്ങനെ ഞാൻ പലരെയും വിളിച്ചു. അപ്പോഴാണ് ഇത് ഷാഫിയുടെ കള്ളത്തരം പുറത്തു ചാടുന്നത്. പലരോടും ഇതിലുള്ളത് എന്താന്ന് പോലും പറയാതെയാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പം ഇതിൻ്റെ പേരിൽ കള്ളം എഴുതി അത് പലരെയും മറച്ചു വെച്ച് പേര് ഒപ്പുവെക്കാൻ സമ്മതം വാങ്ങി. എന്നിട്ടത് ജമിയത്തിന് കൊടുത്ത് അതിപ്പോൾ പെരിന്തൽമണ്ണക്കാർക്ക് പണി അത് കോപ്പി എടുത്തിട്ട് ഇങ്ങനെ വീടാന്തരം കൊടുക്കലാണത്രേ. പിന്നെ MT വിഷം അത് പ്രചരിപ്പിക്കലുമാണ് പെരിന്തൽമണ്ണ കുറച്ച് ആൾക്ക് പണിന്ന്. വേറെ പലയിടത്തും ഉണ്ട് അത് കൊണ്ടു കിടക്കണേ. ഇന്നും ഇവിടെ ചിലർ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട്. അതുമായിട്ട് നടക്കുന്ന ചില ആൾക്കാരുണ്ട്, വിഷം പേറി നടക്കുന്ന ആളുകൾ. ശരി, പോട്ടെ. അപ്പം ഞാൻ പറയാം, എന്നെ പറ്റി ഇത് എഴുതിയ അവനോട് എനിക്ക് മിണ്ടാൻ പാടില്ല. ഞാൻ ഉള്ളോടത്തേക്കും വരൂല. എങ്ങനെയുണ്ട്? അപ്പം മനസ്സിലായില്ല എന്താ കാര്യം? എൻ്റെ മുമ്പിൽ വരികയും ഞാൻ ചോദിക്കുന്നതിന് മറുപടി പറയുകയും അതേപോലെ തന്നെ എൻ്റെ പേരിൽ പറഞ്ഞ ആരോപണം തെളിയിപ്പിക്കുകയും ചെയ്യും. ഈ സംഘടനയിൽ ഉണ്ടെങ്കിൽ, ഞാനുണ്ടെങ്കിൽ, ഷാഫിയുമുണ്ടെങ്കിൽ. അതല്ലാതെ ഇത് എഴുതി അങ്ങനെ നടക്കാൻ കഴിയുന്നൊന്നും വിചാരിക്കണ്ട. അബ്ദുറഹ്മാൻ സലഫി എന്ന് പറഞ്ഞത് ഒരു വ്യക്തിയാ. KNM-ന്റെ സംസ്ഥാന സെക്രട്ടറി എന്നുള്ളത് സംഘടനയുടെ സാരഥ്യമാണ്. അതേപോലെ ജമിയത്തുൽ ഉലമയുടെ അസിസ്റ്റന്റ് സെക്രട്ടറി എന്നത് ഈ സംഘടനയുടെ നേതൃത്വത്തിന്റെ ഭാഗമാണ്. അത് ഇന്ന് ഞാനാണെങ്കിൽ നാളെ വേറെ ഒരാളായിരിക്കും. ഈ സ്ഥാനത്ത് വരേണ്ടവരായിരുന്നു ഇവരൊക്കെ. അവർ വരുമ്പോഴും അവരും ഇങ്ങനെ ആക്ഷേപിക്കപ്പെടാനും വിമർശിക്കപ്പെടാനും ഇകഴ്ത്തപ്പെടാനും പാടില്ല. അതുകൊണ്ട് അത് ഇല്ലായ്മ ചെയ്യേണ്ട ബാധ്യത ഇന്ന് അതിൻ്റെ തലപ്പത്തിരിക്കുന്ന ഞങ്ങൾക്കുണ്ട്. അത് ഞങ്ങൾ കണ്ടിട്ടില്ല അറിഞ്ഞിട്ടില്ല എന്നൊന്നും വെക്കൂല. സെലഫുണ്ടെങ്കിൽ ഞാൻ വരൂല പറഞ്ഞാൽ എന്നാ പിന്നെ സെലഫിനെ പറ്റി ഇങ്ങനെ എഴുതാൻ പാടുണ്ടോ? വരുത്തും, ചോദിക്കും, പറയിപ്പിക്കും, തെളിയിപ്പിക്കും. ഇല്ലെങ്കിൽ അതിനുള്ള നടപടി ഏറ്റുവാങ്ങേണ്ടി വരും. TP-യെ പറ്റി ജിഷാൻ മാഹിയോട് സൗഹൃദം പുലർത്തി അമാനത്താക്കി നുണ പറഞ്ഞ് പ്രചരിപ്പിക്കുകയോ എന്നെപ്പറ്റി കള്ളത്തരം പറഞ്ഞ് മറ്റുള്ളവരിൽ മറച്ചു വെച്ച് ഒപ്പുവാങ്ങിച്ച് അത് നെറ്റിലൂടെയും നാട്ടിലൂടെയും പ്രചരിപ്പിക്കുകയോ വെറുതെ വിടില്ല. ഇതാണോ 110 കാരറ്റ്? അപ്പൊ ഇത്തരത്തിലുള്ള കള്ളന്മാര്, നികൃഷ്ട പ്രവർത്തനം ചെയ്യുന്നവർ ആരാണെങ്കിലും അവരെ പ്രസ്ഥാനം വിളിച്ചു വരുത്തി അന്വേഷിച്ച് വേണ്ടത് ചെയ്യും. ആദർശപരമായ അച്ചടക്കം, സംഘടനാപരമായ അച്ചടക്കം ഈ ആദർശ പ്രസ്ഥാനത്തിന് അനിവാര്യമാണ്. അത് ലംഘിക്കാൻ അനുവദിക്കില്ല എന്ന് നേതൃത്വത്തിന്റെ കൂടെയുള്ള അനുയായികളും പ്രതിജ്ഞാബദ്ധമാണ്. അതുകൊണ്ട് അവസാനിപ്പിക്കുക. കഴിഞ്ഞതൊക്കെ മറക്കാം, പൊറുക്കാം, അവസാനിപ്പിക്കുക. മേലിൽ അത്തരം കാര്യങ്ങൾ, ദുരാരോപണങ്ങൾ നിർത്തുക. തെറ്റിദ്ധരിച്ചു പോയവർ അവർ തെറ്റിദ്ധാരണ തിരുത്തുക. ബോധപൂർവം ചെയ്തവർ ഖേദിച്ചു മടങ്ങുക. അറിയാതെ അന്തം വിട്ട് നിന്നവർ അന്തക്കേടുന്ന് ഒരു ബോധമുള്ളവരായി മാറുക. അള്ളാഹു അനുഗ്രഹിക്കും. അസ്സലാമു അലൈക്കും. എൻ്റെ പേര് നവാസ്, ഫൈനൽ വിദ്യാർത്ഥിയാണ്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഷുക്കൂർ സ്വലാഹി, അതേപോലെ തന്നെ ഹനീഫ കായക്കുടി, അതേപോലെ തന്നെ ഒരു അഫ്സൽ എന്ന പേരുള്ള ഒരാളുടെ ഫോൺ ക്ലിപ്പ് നെറ്റിൽ നിന്ന് കേൾക്കാനിടയായി. ഇതിൻ്റെ പിന്നിലുള്ള സത്യം അറിയാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വിദ്യാർത്ഥികളുടെ കൂട്ടത്തിലുണ്ട്. എന്താണ് അതിൻ്റെ പിന്നിലുള്ള സത്യം? ഈ പറഞ്ഞതുപോലെ അതിലിപ്പോൾ ആകെ നെറ്റിൽ നടക്കുന്ന ഒരു പ്രചരണം എന്ന് പറഞ്ഞാൽ ഹനീഫ് കായക്കൊടി ആശയക്കുഴപ്പമുണ്ടാക്കുന്ന ആളാണ്. ഹനീഫ് കായക്കൊടി പിന്നെ ആരൊപ്പാണ് നടക്കുന്നത്? അബ്ദുറഹ്മാൻ സലഫീൻ്റെ അനസിൻ്റെയും കൂടിയാണ്. അതുകൊണ്ട് അവർ ആശയക്കുഴപ്പമുണ്ടാക്കുന്നവരാണ്. അബ്ദുറഹ്മാൻ സലഫി KNM-ന്റെ സെക്രട്ടറിയാണ്. അപ്പോൾ KNM-ന്റെ സെക്രട്ടേറിയറ്റിലുള്ളവരൊക്കെ ആശയക്കുഴപ്പമുണ്ടാക്കാൻ നടക്കുന്നവരാണ്. ഇങ്ങനെ ഒരു ആശയക്കുഴപ്പം എന്ന ഒരു പദം അത് നാട് മുഴുവൻ പ്രചരിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ എന്താ വിഷയം? ഈ സമൂഹത്തിൽ ആശയക്കുഴപ്പമുണ്ടാക്കാൻ കുറേ ആളുകൾ ശ്രമിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് കാലമായി. ആ ആശയക്കുഴപ്പത്തിന് ഒത്താശ ചെയ്തുകൊണ്ട് ചില ആളുകൾ പല സ്ഥലങ്ങളിൽ നിന്നും പ്രസംഗിക്കാനും സംസാരിക്കാനും തുടങ്ങി. ഈ ആദർശമാകട്ടെ നേരത്തെ നമ്മൾ തുടക്കം മുതൽ പറയുന്ന ജിന്നിനോട് സഹായം തേടലുമായി ബന്ധപ്പെട്ടാണ്. അതിനെതിരെ കിട്ടാവുന്ന തെളിവുകളൊക്കെ ശേഖരിക്കുകയും അത് പറയാൻ കഴിയുന്ന വേദികളിലൊക്കെ നമ്മൾ പറയുകയും ചെയ്തു. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സൗദി അറേബ്യയിലുള്ള ഒരാൾ, യാസിർ ബിൻ ഹംസ എന്ന് പറയുന്ന
സൗദി അറേബ്യയിൽ ജനിച്ച് അവിടെ പഠിച്ച് അവിടെ ഇപ്പൊ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾ യാ ഇബാദല്ലാഹ് അഈനൂനി എന്നുള്ള വിഷയത്തിൽ ഒരു പ്രസംഗം നടത്തുന്നത്. ആ പ്രസംഗം ആദർശപരമായി അബദ്ധമാണ്. അദ്ദേഹം വിവരമുള്ള ആളായിരിക്കാം, പക്ഷേ ആദർശപരമായി അബദ്ധമാണ് ആ പ്രസംഗം. വിഷയങ്ങൾ മനസ്സിലാക്കാതെയാണ് അദ്ദേഹം പ്രസംഗിച്ചത്. കേരളത്തിൽ എന്താണ് ചർച്ച എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ഇവിടെ ഞാൻ പറഞ്ഞല്ലോ, യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന ചർച്ച ഇവിടെ അത് മറയിടാൻ വേണ്ടി കൊണ്ടുവന്ന ഒരു വിഷയമാണ്. അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വാദവും യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിഷയവും തമ്മിലൊരു ബന്ധമില്ല. അങ്ങനെ യാ ഇബാദല്ലാഹ് അഈനൂനി എന്ന വിഷയത്തിൽ ഇയാൾ സംസാരിച്ചു. ആ വിഷയത്തിൽ അനാവശ്യമായ ഗവേഷണത്തിന് മുതിർന്ന ആരൊക്കെയുണ്ടോ അവരൊക്കെ അബദ്ധത്തിൽപ്പെട്ടതുപോലെ ഇദ്ദേഹവും പെട്ടു. പ്രസംഗം തുടങ്ങുന്നതിന് അദ്ദേഹം ഈ വിഷയത്തിൽ ഇത് ദുർബലമായ ഹദീസാണ്, ഇതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല എന്ന കാര്യത്തിൽ സലഫി പണ്ഡിതന്മാർക്കിടയിൽ ഒരു തർക്കവും ഇല്ല എന്ന് പറഞ്ഞിട്ടാണ് പ്രസംഗം തുടങ്ങുന്നത്. ഒരു 15 മിനിറ്റ് കഴിയുമ്പോൾ കാണാം ഈ ഹദീസിന്റെ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ 3 നിലപാടുകളുണ്ട്. 1 ദുർബലമാണ്, അമല് ചെയ്യാൻ പാടില്ല. 2 ദുർബലമാണ്, അമല് ചെയ്യാം. 3 ദുർബലമല്ല, അമല് ചെയ്യാം. ഈ 3 അഭിപ്രായമുണ്ട്. അപ്പൊ ആദ്യം പറഞ്ഞതോ സലഫി പണ്ഡിതന്മാർ ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ള കാര്യത്തിൽ ഏകാഭിപ്രായക്കാരാണ്. അങ്ങനെ തികച്ചും വിരുദ്ധമായ ഇവിടുത്തെ വിഷയം എന്താണെന്നറിയില്ല. ഞാൻ ആ സംസാരം കേട്ടപ്പോൾ അദ്ദേഹത്തെ വിളിച്ചു. ഞാൻ ചോദിച്ചു, കേരളത്തിൽ നടക്കുന്ന ചർച്ച നിങ്ങൾക്ക് അറിയോ? ജബ്ബാർ മൗലവിന്റെ വാദം നിങ്ങൾക്ക് അറിയോ? ഇല്ല, എനിക്കറിയില്ല. ഇതറിയാതെ നിങ്ങൾ എങ്ങനെയാ പ്രസംഗിച്ചത്? ഇത് മനസ്സിലാക്കണ്ടേ നിങ്ങൾ ഈ വിഷയം സംസാരിക്കുമ്പോൾ എന്ന് അദ്ദേഹത്തോട് നേരിട്ട് തന്നെ ഫോൺ ചെയ്ത് ഞാൻ ചോദിച്ചു. നമ്മളെ ആ ഫോണിൽ നിങ്ങൾ കേൾക്കുന്നുണ്ടാവും, അതിൽ ഞാൻ അവസാനം പറയണതും അതാണ്. എന്ത്, നമ്മൾ ഇങ്ങനെ എന്തെങ്കിലും ഒരു വിഷയം കേൾക്കുമ്പോൾ നേരിട്ട് ഫോൺ ചെയ്ത് ചോദിക്കുക, എന്നാൽ ഈ വിഷയം തീരുന്നു. അങ്ങനെ ചോദിച്ചുകൊണ്ടൊരു അബദ്ധം ഉണ്ടായിട്ടുണ്ട്. ഇതേമാതിരി ഇപ്പം എല്ലാവരും ഇമാം ബുഖാരി പഠിപ്പിക്കലോ അല്ലെങ്കിൽ റിയാദു സാലിഹീൻ പഠിപ്പിക്കലോ സഹിഹ് ഹദീസ് പഠിപ്പിക്കലോ അല്ല. സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ദായിമാർക്കൊക്കെ ഇപ്പം പണി യാ ഇബാദല്ലാഹ് അഈനൂനി വിശദീകരിക്കലാണ്. ചിലർക്ക് വിശദീകരിച്ചിട്ട് മതിയാണില്ല. അബ്ദുൽ ജബ്ബാർ മദീനി യാ ഇബാദല്ലാഹ് അഈനൂനി വിശദീകരിച്ചു. ഇൻഷാ അല്ലാഹ് അതിൻ്റെ CD-യിൽ ഇറങ്ങുമ്പോൾ അദ്ദേഹം പറഞ്ഞത് അങ്ങനെ തന്നെ കേൾപ്പിക്കാം. ഈ ഹദീസ് കൊണ്ട് എന്താ നമുക്ക് മനസ്സിലാക്കാനുള്ളത്? ഇതുകൊണ്ട് നമ്മൾ അമലെടുക്കാൻ പറ്റുമോ? എന്തുകൊണ്ട്? ആ ഹദീസ് ദുർബലാണ്. സനദിൽ 3 കാരണങ്ങൾ ഉണ്ട് ഈ ഹദീസ് ദുർബലം എന്നത്. ദഈഫായ ഹദീസാണ് ഈ ഹദീസ്. ഖുർആനിലുള്ള ഈ ഹദീസ് ദുർബലമായ ഹദീസാണ്. അതിന്റെ 3 കാരണം നമ്മൾ പറഞ്ഞു. ഇസ്ലാമിലെ അടിസ്ഥാനം ദുർബലമായ ഹദീസ് കൊണ്ട് അമലെടുക്കാന്ന് ചിലർ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? 1 വിശ്വാസ കാര്യങ്ങളിൽ പാടില്ല. വിശ്വാസ കാര്യങ്ങളിൽ അമലെടുക്കാൻ പാടുള്ളതല്ല. അഹ്കാമുകളിൽ പാടില്ല. കർമ്മശാസ്ത്രപരമായ ഹുക്മുകളിൽ ദുർബലമായ ഹദീസ് പാടുള്ളതല്ല. കർമ്മശാസ്ത്രപരമായ വിഷയങ്ങളിൽ ദഈഫായ ഹദീസ് കൊണ്ട് അമലെടുക്കാൻ പാടില്ല എങ്കിൽ പിന്നെ അഖീദയുടെ വിഷയത്തിൽ അങ്ങനെ തെളിവ് പിടിക്കാൻ? തീർത്തും പാടില്ല. തീർത്തും പാടുള്ളതല്ല. അഹ്കാമുകളിൽ അഥവാ കർമ്മശാസ്ത്ര വിധികളിൽ വരെ ദുർബലമായ ദഈഫായ ഹദീസ് കൊണ്ട് അമലെടുക്കാൻ പാടില്ല എങ്കിൽ പിന്നെ ദഈഫായ ഹദീസ് കൊണ്ട് അഖീദയിൽ വിശ്വാസപരമായ കാര്യങ്ങൾ അമലെടുക്കാൻ എന്തില്ല? പാടുള്ളതല്ല. അതിൽ പണ്ഡിതന്മാർക്കിടയിൽ ഇജ്മാഅാണ്, അഭിപ്രായ വ്യത്യാസമല്ല. ദുർബലമായ ഹദീസ് കൊണ്ട് ഒരിക്കലും വിശ്വാസപരമായ കാര്യങ്ങളിൽ അമലെടുക്കാൻ പാടുള്ളതല്ല. അതാണ് ഇതിലെ ആദ്യത്തെ ഒരു പാഠം. ഇത് വിശ്വാസപരമായ വിഷയമാണ്. ഹദീസ് ദുർബലാണ്. അതുകൊണ്ട് തന്നെ ഈ ഹദീസിനെ തെളിവ് പിടിച്ചിട്ട് ആളുകൾ ഇബാദത്തുല്ലാഹി അഈനൂനി എന്ന് പറഞ്ഞ് അമലെടുക്കുക എന്നുള്ളത്, കർമ്മനുഷ്ഠിക്കുക എന്നുള്ളത് പാടുള്ളതല്ല. കാരണം അത് വിശ്വാസപരമായി ബന്ധപ്പെട്ട വിഷയമാണ്. അദ്ദേഹം പ്രസംഗിച്ചിട്ട് പറയാൻ എന്താ, യാ ഇബാദത്തുല്ലാഹി അഈനൂനി ദുർബലമാണ്. ഈ ഹദീസിന്റെ തേട്ടം എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് അമല് ചെയ്യാൻ പാടില്ല. അഖീദ അഹ്കാമുകളിൽ തന്നെ ദുർബലമായ ഹദീസ് കൊണ്ട് അമല് ചെയ്യാൻ പാടില്ല. പിന്നെ എങ്ങനെയാ അഖീദയിൽ പറ്റുക? യാ ഇബാദത്തുല്ലാഹി അഈനൂനി എന്നുള്ള ഹദീസ് അനുസരിച്ച് അമല് ചെയ്താൽ ശിർക്കിലേക്ക് കൂപ്പുകുത്തും, ശിർക്കിലേക്കാ പോകുക എന്നൊക്കെ പറഞ്ഞ് ചിലർ പറയണത് അഹ്മദ് ബിൻ ഹംബൽ അമല് ചെയ്തു എന്നാണ്. അഹ്മദ് ഹംബൽ ജിന്നിനെ വിളിച്ചു എന്നുണ്ടോ? അഹ്മദ് ഹംബൽ മലക്കിനെ വിളിച്ചു എന്നുണ്ടോ എന്നൊക്കെ ചോദിച്ച് ഗംഭീര പ്രസംഗം. ഞാനിത് കേട്ടു നെറ്റിൽ. ഇവിടെ അന്ന് ആ യാ ഇബാദത്തുല്ലാഹി അഈനൂനിയായി ബന്ധപ്പെട്ടൊരു ചർച്ച ഇവിടെ തുടങ്ങി വെച്ചൊരു സമയമാണ്. ഞാൻ അദ്ദേഹത്തെ വിളിച്ചു പറഞ്ഞു, അബ്ദുൽ ജബ്ബാർ മദീനി, നിങ്ങൾ ഈ സംസാരം വളരെ നന്നായിട്ടുണ്ട്,
കാരണം ഞങ്ങൾ ഇവിടെ അത് പറഞ്ഞാൽ അത് ഗ്രൂപ്പാണ്, അത് 3-4 ആളാണ്, 3 സംഘമാണ്, 4 സംഘമാണ് എന്നൊക്കെയാ പറയുക. നിങ്ങളത് സംസാരിച്ചത് നന്നായി എന്ന് പറയുകയും അതോടൊപ്പം അതിൻ്റെ ലിങ്ക് എൻ്റെ മെയിലിലുള്ള കുറേ ആളുകൾക്ക് ഞാൻ ഫോർവേഡ് ചെയ്യുകയും ചെയ്തു. ഇത് ഞാൻ ചെയ്ത ഒരു അബദ്ധമായി. പിറ്റത്തെ ആഴ്ച ഹദീസ് ക്ലാസ് യാ ഇബാദല്ലാഹ് അയ്നുനി 2ാം ഭാഗം, യാ ഇബാദല്ലാഹ് അയ്നുനി 2ാം ഭാഗം. അതിൽ ഇത് കേരളത്തിലെ ചർച്ചയായി ബന്ധപ്പെട്ടല്ലേ നമ്മൾ ഇറക്കിയത് എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം എന്നാലും ഇത് ദുർബലാണ്, അമൽ ചെയ്യാൻ പാടില്ല എന്നെടുത്ത് തന്നെയാണ്. കുറേ കാലം കഴിഞ്ഞപ്പോൾ യാ ഇബാദല്ലാഹ് അയ്നുനി വീണ്ടും ചർച്ച. ഇന്റർനെറ്റിൽ യൂട്യൂബിൽ നിങ്ങൾ നോക്കിയാൽ കാണാം. യാ ഇബാദല്ലാഹ് അയ്നുനി ഹദീസ് പാർട്ട് 1 പാർട്ട് 2. പഴയത് ദഅ്വാ വോയിസിൽ നിന്ന് റിമൂവ് ചെയ്തു. ആദ്യത്തേത് എന്ത് അത് ശരിക്കും വിശദീകരിച്ച് ഇപ്പൊ റിമൂവ് ചെയ്തു. രണ്ടാമതുള്ള ദുർവ്യാഖ്യാനിച്ചതാണ്. എന്നിട്ടോ ആദ്യത്തേതിലെ ഹദീസിന്റെ തേട്ടം ദുർബലമാണ് എന്ന് പറഞ്ഞ ആള് രണ്ടാമത്തേൽ പറയാ എന്താണ് ഈ ഹദീസ് അനുസരിച്ച് അമല് ചെയ്തതിന്റെ പേരിൽ നമ്മൾ കുറ്റം പറയാൻ പാടുണ്ടോ? ശിർക്ക് ആരോപിക്കല്ലേ? ഒരു ലജ്ജയില്ലാതെ ശിർക്കല്ലേ ആളുകൾ പറയണത് എന്നൊക്കെ ചോദിച്ച് യാ ഇബാദല്ലാഹ് പിന്നെയും വിശദീകരിച്ചു. മതിയായില്ല, 3-5 പ്രസംഗമാണ് യാ ഇബാദല്ലാഹ് അയ്നുനി പഠിപ്പിക്കാൻ. എന്നിട്ട് അതിങ്ങനെ എല്ലാം കൂടി നമ്മൾ സാധാരണ പറയാറുണ്ടല്ലോ, ഏതോ ഒരാൾ എന്തോന്ന് തൊട്ട മാതിരി എന്ന് പറഞ്ഞ മാതിരി ആദ്യം പറഞ്ഞതിൽ നിന്ന് 100% മാറി. അപ്പൊ ഞാൻ ഈ യാ ഇബാദല്ലാഹ് അയ്നുനി എന്ന വിഷയത്തിൽ യാസിർ ബിൻ ഹംസക്ക് പറ്റിയ അബദ്ധവും അദ്ദേഹം പറഞ്ഞ വിവരക്കേടും അത് ഞാൻ അതിനു മുമ്പ് തന്നെ ശുക്കൂർ സലാഹി എന്നോട് സംസാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു. ഈ ഹഫ്സൽ എന്ന് പറയുന്ന ആള് ശുക്കൂർ സലാഹിയെ വിളിച്ചു. ഈ പ്രസംഗം കേട്ട ആവേശത്തിലാണ് വിളി. അയാള് ജിന്നിനോട് സഹായം തേടൽ ശിർക്കല്ല എന്ന് വിചാരിക്കുന്ന ഒരാളാണ്. എന്നിട്ട് ശുക്കൂർ സലാഹി ഈ ഹദീസിനെ പറ്റി അയാൾ പറഞ്ഞു നമുക്ക് കായക്കൊടിയെ വിളിക്കാം, കായക്കൊടിയെ കോൺഫറൻസിലിടാമെന്ന് പറഞ്ഞു. ശുക്കൂർ സലാഹി ഫോണിൽ കോൺഫറൻസിലിട്ടു. ഏതാണ്ട് 3/4 മണിക്കൂർ 10-40 മിനിറ്റ് ഈ വിഷയത്തിന്റെ A to Z ഞാൻ അതിൽ വിശദീകരിച്ചു കൊടുത്തു. കോൺഫറൻസ് നിർത്തി ഈ യാസിർ ബിൻ ഹംസ അഫ്സല് ഫോൺ കട്ട് ചെയ്തു. ഞാൻ ശുക്കൂറിനോട് ചോദിച്ചു, എന്താ ശുക്കൂർ അഫ്സലിന്റെ അവസ്ഥ? ഓൻ വലിയ ആവേശത്തിലായിരുന്നു, പക്ഷെ ഇപ്പൊ അതൊക്കെ പോയി. ഞാൻ പറഞ്ഞു ഓൻ ആശയക്കുഴപ്പമുണ്ടായില്ലേ? ഓൻ ആശയക്കുഴപ്പമുണ്ടായി, അതൊക്കെ തന്നെയല്ലേ നമുക്ക് കഴിയുള്ളൂ എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ ഇവിടെ മുതലാണ് തുടങ്ങുന്നത്. ഓൻ ആശയക്കുഴപ്പമുണ്ടാക്കിയില്ലേ, ആശയക്കുഴപ്പമുണ്ടാക്കാൻ മാത്രമല്ലേ നമുക്ക് കഴിയുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊക്കെ നമ്മളെ നാട്ടിലുള്ള സുന്നി മൗലവിമാരുമായിട്ട് സംസാരിക്കലുണ്ടല്ലോ പലപ്പോഴും, അറിയുന്നവരും അറിയാത്തവരും ഒക്കെ ആയിട്ട്. ആദ്യമൊക്കെ തർക്കിച്ച് നമ്മളെ തോപ്പിക്കാൻ ശ്രമിക്കണ മൗലവിമാർ പിന്നെ ഞാനൊന്ന് ചോദിക്കട്ടെ, ഞാനൊന്ന് പഠിക്കട്ടെ, ഞാനൊന്ന് അന്വേഷിക്കട്ടെ എന്നൊക്കെ പറയും. ഈ സംഭവം നമ്മളെ കൂട്ടുകാരോട് പറയുമ്പോൾ നമ്മളെന്താ പറയല്? ഞാനിന്നൊരു മൗലവിയായിട്ട് സംസാരിച്ചു, അല്ലെങ്കിൽ വെട്ടി, അല്ലെങ്കിൽ തർക്കിച്ചു, അയാൾ ആകെ ആശയക്കുഴപ്പത്തിലാണ്, അല്ലെങ്കിൽ അയാൾ വസ്വാസായാണ്, ഇനി നേതാവിനോട് ചോദിക്കട്ടെ എന്നാ പറഞ്ഞത് എന്ന് സാധാരണ പറയുന്ന ഒരു പദപ്രയോഗം മാത്രമേ ഞാൻ നടത്തിയിട്ടുള്ളൂ. കാരണം ജിന്നിനോട് സഹായം തേടുന്നത് ശിർക്കല്ല എന്ന് വിശ്വസിച്ച് ആ യാസിർ ബിൻ ഹംസയുടെ പ്രസംഗം കേട്ട് ആവേശത്തിൽ വന്ന ഒരു ചെറുപ്പക്കാരൻ അപ്പറഞ്ഞത് ശരിയല്ല എന്ന് ബോധ്യപ്പെട്ടു. അദ്ദേഹത്തിന്റെ മനസ്സിൽ സംശയം ഉണ്ടായി, അത് തെറ്റാണോ, ഞാൻ വിശ്വസിക്കുന്ന ഈ ആദർശം തെറ്റാണോ എന്ന സംശയം ഉണ്ടായി. അത് നമ്മുടെ സംസാരം കൊണ്ടുണ്ടാക്കി. അത്രയ്ക്കല്ലേ നമുക്ക് കഴിയുള്ളൂ, അവനെ പിടിച്ചുകൊണ്ടിരാനൊന്നും കഴിയില്ലല്ലോ എന്നുള്ള നിലക്കാണ് സംസാരിച്ചത്. അത് കഴിഞ്ഞു. ശുക്കൂർ സലാഹിയോട് വേറെ അദ്ദേഹത്തിന്റെ ഒരു സുഹൃത്ത് ഈ വിഷയം സംസാരിച്ചപ്പോൾ ഇത് അദ്ദേഹം റെക്കോർഡ് ചെയ്തിരുന്നു. ഇത് കായക്കൊടി ആ വിഷയം പറഞ്ഞ ഇതാന്നിട്ട് അയാൾക്ക് കൊടുത്തു. പിന്നെ അതെങ്ങനെയോ വേറെ ആരെയോ കയ്യിലെത്തി. പിന്നെ ഇത് എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, ആദ്യം ഇതിന്റെ പൂർണ്ണ രൂപം ഇന്റർനെറ്റിലൂടെ പ്രചരിപ്പിച്ചു. അത് കേട്ട കുറെ ആളുകൾ ഇങ്ങനെയാണല്ലേ ഈ ഹദീസ്, അപ്പൊ ഈ ഹദീസാണ് ആളുകൾ ശ്രദ്ധിച്ചത്, ആശയക്കുഴപ്പമല്ല. ഇവരിട്ടത് എന്തിനാ? ആശയക്കുഴപ്പം ശ്രദ്ധിക്കാനാ. അപ്പൊ ഉദ്ദേശിച്ച ചക്കിന് വെച്ചത് കൊക്കിന് കൊണ്ടു എന്ന് പറഞ്ഞ മാതിരി നമ്മൾ വിചാരിച്ച മാതിരിയല്ല. ആളുകൾ ഈ ഹദീസിന്റെ ദുർബലതയും അതിലെ അബദ്ധമാണ് മനസ്സിലാക്കിയത് എന്ന് ബോധ്യപ്പെട്ടപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഷക്കീലയുടെയും അതേപോലെ ഈ റജീനയുടെ ഒക്കെ സന്തത സഹചാരിയായി അവരെ ഇഷ്ടപ്പെടുകയും അവരുള്ള പരിപാടിയിൽ പങ്കെടുക്കാമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുന്ന സൗദി അറേബ്യയിൽ ജോലി ചെയ്യുന്ന ഒരാളുണ്ട്. അയാളാണ് പറഞ്ഞത്, എന്ത് AP വിളിക്കണേ വേറെ നിങ്ങൾക്ക് ഷക്കീലാനെ വിളിച്ചുകൂടായിരുന്നു, എന്നാൽ ഞങ്ങൾക്കൊക്കെ കൂടിക്കൂടായിരുന്നു. ആ ഒരു ചിന്ത വെച്ച് പുലർത്തുന്ന അയാൾ എന്ത് ചെയ്തു? ഈ ആശയക്കുഴപ്പം എന്നുള്ള ഭാഗം എടുത്തു. എന്നിട്ടോ
എന്നിട്ട് അതിപ്പോ ഞാൻ ആശയക്കുഴപ്പം ഉണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം വലിയൊരു സുഖം കിട്ടൂലല്ലോ. പിന്നെ എന്ത് ചെയ്യണം? അതിൽ അബ്ദുറഹ്മാൻ സലഫീനെ പ്രതിയാക്കണം. അതിനെന്താ ചെയ്തതെന്നറിയോ? മൂപ്പരൊരു പ്രസംഗമാണ്. ആശയക്കുഴപ്പമുണ്ടാക്കാൻ വേണ്ടി കായക്കൊടി ശ്രമിക്കുകയാണ്. പക്ഷേ ഇതിൻ്റെ പിന്നിലുള്ള രഹസ്യം എന്താണെന്നറിയോ? അബ്ദുറഹ്മാൻ സലഫിയുടെ ഗ്രൂപ്പിൽ നിന്ന് ഹനീഫ് കായക്കൊടി മാറാതിരിക്കാൻ വേണ്ടി അബ്ദുറഹ്മാൻ സലഫി ഷുക്കൂറിനോട് പറഞ്ഞു കായക്കൊടിന്റെ ഫോണ് ചോർത്തണം. എന്നിട്ട് അത് ചോർത്തി ക്ലിപ്പാക്കി വെച്ചാൽ എന്ത് ചെയ്യൂല? പിന്നെ സലഫീന്റെ ഗ്രൂപ്പിൽ നിന്ന് ഹനീഫ് കായക്കൊടി മാറൂലല്ലോ. അതിന് വേണ്ടിയ പണി എടുത്തു വെച്ചതാണെന്നാ. ഈ 40 മിനിറ്റോളമുള്ള ഫോൺ ക്ലിപ്പ് കട്ട് ചെയ്ത് യൂട്യൂബിൽ ഇപ്പോൾ ഏതാണ്ട് 5 മിനിറ്റും കുറച്ചുണ്ട്. അതിൽ 3 മിനിറ്റും ഇയാളുടെ പ്രസംഗമാണ്, ബാക്കിയേ എൻ്റെതുള്ളൂ. ഈ പ്രസംഗിച്ചിട്ട് ഇത് അബ്ദുറഹ്മാൻ സലഫി ഉണ്ടാക്കിയ ഒരു പണിയാണ് എന്ന് വരുത്തി തീർക്കുന്ന ഒരു ശ്രമമാണ്. അതാണ് ഈ ആശയക്കുഴപ്പം. ഇപ്പോ ചിലരൊക്കെ പ്രസംഗത്തിൽ ദുസ്സൂചനയോടെ ആശയക്കുഴപ്പമുണ്ടാക്കുന്നു എന്തൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഈ ചോദിച്ച മാതിരി എന്നെ വിളിച്ച് ചോദിച്ച പല ആളുകളുണ്ട്. ഇത് ഞാൻ പറഞ്ഞല്ലോ, MT വിഷന്റെ CD ഇറങ്ങി 4-ാം വാള്യം, 4-ാമത്തെ ഡോക്യുമെന്ററി ഇറങ്ങിയപ്പോൾ പലരും അത് ശരി ഇങ്ങനെ ചിന്തിക്കുന്ന ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടല്ലേ, ജിന്നിനോട് തീർന്ന് ശിർക്കല്ലാന്ന് വിശ്വസിക്കണ കുറെ ആളുകൾ നമ്മളെ കൂട്ടത്തിൽ ഉണ്ടല്ലേ, എന്നാ ഇതൊന്ന് പഠിക്കണമല്ലോ എന്ന് വിചാരിച്ച് പഠിക്കാൻ തുടങ്ങി. അള്ളാഹ് ഖൈറാ ഉദ്ദേശിച്ചത്. അതേപോലെ ഈ പരാമർശം കേൾക്കാൻ വേണ്ടി ഇതിട്ടപ്പോൾ ഈ ഹദീസ് ആളുകൾ പഠിച്ചു, അതിൻ്റെ ദുർബലത ആളുകൾ പഠിച്ചു. ഇതാണ് ഉണ്ടായത്. അല്ലാതെ നമ്മൾ ആളുകൾ